നാസർ ഫൈസി കൊടുത്തായി താങ്കൾ നേരത്തെ കുഞ്ചൻ നമ്പ്യാരെ ഉദ്ധരിച്ചല്ലോ. കുഞ്ചൻ നമ്പ്യാർ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ശ്ലോകം, ഒരു കവിതയുണ്ട്, കൂനൻ മതിക്കുകിൽ ഗോപുരം കുത്തുമോ എന്ന് അദ്ദേഹം ഈ കല്യാണ സൗഗന്ധികം തുള്ളലിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ കുറച്ച് പണ്ഡിതന്മാർ ഇങ്ങനെ നിന്നതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ഇത് നാഷണൽ പെർമിറ്റ് ലോറി പോകുമ്പോൾ തവള കയറി നടുക്ക് നിൽക്കുന്നത് പോലെയല്ലേ? ഞാൻ നേരത്തെ ഒരു പ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ മുസ്ലിം ലീഗിന്റെ ഫെസ്റ്റിവലിലേക്ക് ഈ ശശി തരൂരിനെയും അതുപോലെ തന്നെ അബ്ദുൽ സമദ് സമദാനിയെയും ക്ഷണിച്ചുകൊണ്ട് ഫാത്തിമ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അതിഗംഭീരമാണ്. തുഞ്ചത്തെഴുത്തച്ഛനെയൊക്കെ ഇൻവോക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾ പരസ്പരം കണ്ണിൽ നോക്കി സംസാരിക്കൂ, തലച്ചോറിൽ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്ന് പ്രസംഗിക്കുന്ന ബീവി കുട്ടികൾ പാണക്കാട് തറവാട്ടിൽ പോലും ഉള്ള കാലത്ത് ഇതൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നേരത്തെ മുഹമ്മദ് അലി പറഞ്ഞോളൂ, ഈ പ്രസംഗം ആരെങ്കിലും കേൾക്കുമോ എന്നുള്ള കാര്യം മതപണ്ഡിതർ ചിന്തിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോവില്ലേ സാർ? അഭിലാഷ്, കേട്ടിരിക്കുക, സഹിഷ്ണുത, ക്ഷമ എന്നത് അഭിലാഷിന്റെ ഡിക്ഷണറിയിലുണ്ട് എന്ന് സുൽഫത്തിന്റെ പ്രതികരണത്തിൽ ക്ഷമിച്ചിരുന്നതുകൂടി ബോധ്യമായി. അത്രയും സന്തോഷം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന സമയത്തൊന്ന് ക്ഷമിച്ചിരിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന. ഒരുപാട് കാര്യം ഇവിടെ സംസാരിക്കാനുണ്ട്. ഒറ്റ കാര്യം സംബന്ധിച്ചാണ് മറുപടി പറയാം. പെട്ടെന്ന് വേട്ടപ്പട്ടികളെ അല്ലെങ്കിൽ പട്ടികൾ തെരുവിൽ കടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് അവരെ തല്ലിക്കൊല്ലുകയാണ് വേണ്ടതെന്ന് പറയുന്നു. ശരിയാണ്, പട്ടികളെ ശിക്ഷിക്കണം. അതോടൊപ്പം തന്നെ പട്ടിയെ ശിക്ഷിക്കുന്ന പോലെ കോഴിയെ സുരക്ഷിതമായി കൊണ്ട് വളർത്തുകയും ചെയ്യണം. അത് പ്രകൃതി മതമാണ്. കോഴിയെ അഴിഞ്ഞാടാൻ വിട്ട് അല്ലെങ്കിൽ കോഴിയെ തുറന്നു വിട്ട് പട്ടിയെ തല്ലിക്കൊല്ലാൻ വേണ്ടി പട്ടിയെ കൊല്ലുക എന്നത്, പട്ടിയെ ശിക്ഷിക്കുക എന്നത് ശിക്ഷയാണ്. അടങ്ങുക കാര്യങ്ങൾ പറയട്ടെ. കോഴിയെ സൂക്ഷിക്കാനുള്ള പ്രകൃതിപരമായിരിക്കുന്ന ഒരു പ്രതിബദ്ധത സമൂഹം നിർവഹിക്കണം. അതുപോലെ തന്നെ സ്വർണം സൂക്ഷിക്കേണ്ട മേഖല സൂക്ഷിക്കണം. ഇരുമ്പ് സൂക്ഷിക്കേണ്ട മേഖല സൂക്ഷിക്കണം. ഇരുമ്പ് പോലെയല്ല സ്വർണ്ണത്തെ സൂക്ഷിക്കേണ്ടത്. പവിത്രമായ പളുങ്ക് പോലെ സുരക്ഷിതമായ സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കുക എന്നത് മതധർമ്മമാണ്. രാജ്യത്തിന്റെ ഭരണഘടനയുടെ അവകാശമാണ്, അല്ലെങ്കിൽ ഭരണഘടന തരുന്ന സംരക്ഷണമാണ് സ്ത്രീകൾക്ക്. ആ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. അതിന്റെ ഭാഗമായി മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ബാധ്യത മതപണ്ഡിതന്മാർക്കുണ്ട്. ആ ബാധ്യതയുടെ ഭാഗമായിക്കൊണ്ട് കഴുകന്മാരായ പുരുഷന്മാർ അവരുടെ വികാരശമനത്തിന് ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അവരുടെ കഴുക കണ്ണുകൊണ്ട് ഒരു സ്ത്രീയെ നോക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പുരുഷനെ ശിക്ഷിക്കുകയും അവരെ നിലക്ക് നിർത്തുകയും ചെയ്യണമെന്ന് മതപണ്ഡിതന്മാർ പറയുന്നതോടൊപ്പം തന്നെ അവരുടെ മുമ്പിൽ അവരുടെ അവസ്ഥകൾ അരക്ഷിതാവസ്ഥ കൂടുണ്ടാക്കുന്ന വ്യക്തമായി തന്നെ പറഞ്ഞു. സംരക്ഷിക്കണം അഭിലാഷ്. അതാണല്ലോ പോയിന്റ്. ശ്രീമതി എൻ സുകന്യ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ് എന്നൊക്കെ പറയുന്നത് പോലെ സ്ത്രീ സ്വർണ്ണമാണ്, ഇരുമ്പല്ല, സ്ത്രീ കോഴിയാണ്, കൂട്ടനല്ല എന്നൊക്കെ നമ്മൾ കേട്ടു. ഈ പറഞ്ഞ രക്ഷകർത്തൃത്വമാണ് ഈ മതശാസനകൾക്കൊക്കെ പിറകിൽ എന്ന് കാണാമോ? സുൽഫത്തിന് സ്ത്രീ വിഭാഗത്തിന് കുത്തക ആരാണ് കൊടുത്തത്? ഒരു ശതമാനത്തിന്റെ 1/2% പിന്തുണ മുന്നില്ലാത്ത സുൽഫത്തിന് സ്ത്രീയുടെ എന്ത് അവകാശമാണ് പറയാനുള്ളത്? സമൂഹത്തിൽ തൂങ്ങി നിൽക്കുന്ന മുസ്ലിം സ്ത്രീയുടെ കുത്തക അവകാശപ്പെടേണ്ട